ഞാനിപ്പോൾ കർണാടകത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഈ കാവേരി നദിയെ പിന്തുടർന്നുള്ള യാത്രക്കിടയിലാണ് ഒരു മിത്തിക്കൽ കഥാപാത്രം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് ഈ മൈസൂർ വോഡയാർ രാജാക്കന്മാരുടെ ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെട്ട ഒരു കഥയെ ആസ്പദമാക്കി സമൂഹം സൃഷ്ടിച്ചെടുത്ത ഒരു മിത്താണത്. അതെന്താണെന്ന് വെച്ചാൽ ഈ വിജയനഗരത്തിൻ്റെ കീഴിലായിരുന്ന മൈസൂർ രാജ്യത്തിനെ ഈ മൈസൂർ നഗരത്തിൽ 20ഓളം ഗ്രാമങ്ങളുടെ മാത്രം നികുതി പിരിവൊക്കെ ആയിട്ട് ഒരു മാടമ്പി പോലെ ജീവിച്ചിരുന്ന ഈ വോഡയാർ ഫാമിലി, അവർ ഈ വിജയനഗരത്തിൻ്റെ ഈ ആസ്ഥാനമായ ശ്രീരംഗപട്ടണം പിടിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവിടെ ഉണ്ടായിരുന്ന ദുർബലനായ, അതായത് കൃഷ്ണദേവരായയുടെയൊക്കെ ഫാമിലിയിൽപ്പെട്ട ഒരു പാവം വൃദ്ധൻ എന്ന് പറഞ്ഞുകൂടാ, രോഗിയായ ഒരാളെ ഭീഷണിപ്പെടുത്തിയിട്ട്, യുദ്ധമൊന്നുമില്ലാതെ ഭീഷണിപ്പെടുത്തി അയാളെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പലായനം ചെയ്യാൻ നിർബന്ധിച്ച് അയാളുടെ ഭാര്യയെ സ്വന്തമാക്കി ആ ശ്രീരംഗപട്ടണം കോട്ട കീഴടക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ വോഡയാർ ഫാമിലി ഉണ്ടാകുന്നത്. ഇതേപടി ഞാനിപ്പോൾ ഈ പറഞ്ഞ മട്ടിലല്ല ചരിത്രത്തിലുള്ളത് വോഡയാർ വിജയനഗരം വോഡയാർ കുടുംബത്തിന് ഈ ഭരണസാരഥ്യം ഏൽപ്പിച്ചു. കാരണം അവരുടെ ബന്ധുവായിട്ടുള്ള അവിടുത്തെ ഈ ഗവർണർ പദവിയിലുണ്ടായിരുന്ന ശ്രീരംഗപട്ടണത്തെ ആള് ദുർബലനും ഭരണപ്രാപ്തി ഇല്ലാത്ത ആളും ആയതുകൊണ്ട് വോഡയാറിന് ഭരണം ഏൽപ്പിച്ചു എന്നാണ് നമ്മുടെ ഹിസ്റ്ററി പറയുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് ഒരു മിത്തുണ്ട്. ആ മിത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വോഡയാർ ഫാമിലി ഇപ്പോഴും പിന്തുടരുന്നതാണ്. ഈ സ്ത്രീ ഉണ്ടല്ലോ, ഈ വോഡയാർ രാജ വോഡയാർ എന്ന് പറയുന്ന ആൾ 1612 ഈ ശ്രീരംഗപട്ടണത്തിൻ്റെ അധിപനാവുന്നത്. അപ്പോൾ അവിടുത്തെ ഈ സ്ത്രീയെ ഇയാളുടെ ഭാര്യയെ അവിടെ തടങ്കലിൽ പാർപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഇവരവിടുന്ന് ഒളിച്ചു പോവുകയാണ്. ഇയാൾ കാവേരിക്കരയിലുള്ള തലക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ ഭർത്താവ്, അയാളുടെ പുറത്ത് വ്രണങ്ങളൊക്കെ ഉള്ളൊരു ഒരു രോഗമായിരുന്നു. അയാളവിടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വൈദ്യേശ്വര ക്ഷേത്രമുണ്ട് ചോളന്മാരുണ്ടാക്കിയ, അവിടേക്ക് ഇയാൾ പോയി. അപ്പോൾ ഇയാൾ രോഗബാധിതനായിട്ട് കിടക്കുമ്പോൾ ഈ സ്ത്രീയെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ ഈ സ്ത്രീനെ ഇയാൾ വിടുന്നില്ല, ഈ വോഡയാർ. ഈ സ്ത്രീ ഒരു കുതിരപ്പുറത്ത് കയറി ഇയാളെ കാണാൻ വേണ്ടി, മരണാസന്നനായ ഭർത്താവിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ ഈ രാജ വോഡയാറിൻ്റെ പട്ടാളക്കാർ ഈ സ്ത്രീയെ പിന്തുടർന്നു. പിടിക്കപ്പെടുമെന്നായപ്പോൾ ഇവർ കാവേരി നദിയിലേക്ക് എടുത്ത് ചാടി. ഈ മരണം ഈ വോഡയാർ രാജാവിനെ വല്ലാതെ ദുഃഖിതനാക്കി. അയാൾ ചിത്തഭ്രമം ബാധിച്ചു അയാൾക്ക്. അയാൾ പിന്നെയും നമ്മൾ പോയിട്ടുള്ള മേൽക്കോട്ടെ എന്നൊക്കെ പറയുന്ന മൈസൂറിനടുത്തുള്ള ഒരു മലമുകളിലുള്ള ഒരു ക്ഷേത്രത്തിൽ ഏകാഗിയായി ഒരു ഏകാന്തവാസത്തിലായിരുന്നു കുറേ കാലം. പേരിന് മാത്രമായിരുന്നു അയാൾ രാജാവ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വളരെ ഇത് 17-ാം നൂറ്റാണ്ടിലാണ്. ഒരു 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോഴേക്കും ഈ അലമേലമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീ മരിച്ച കാവേരി ഉണ്ടല്ലോ, അവിടെയായിരുന്നു ഈ ഗംഗരാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്നു ഈ തലക്കാട് എന്ന് പറയുന്ന സ്ഥലം. ആ നഗരമാകെ നിരവധി ജൈനക്ഷേത്രങ്ങളും പിന്നെ ചോള പീരീഡിൽ ഉണ്ടായിട്ടുള്ള ചോളക്ഷേത്രങ്ങളുമൊക്കെ ഉണ്ടായിരുന്ന ആ പ്രദേശമാകെ മണൽ മൂടിപ്പോയി. ഒരു നഗരം അപ്പാടെ മണലിൽ മൂടിപ്പോയി. അതിനുശേഷമാണ് ഈ രാജവോഡയാർ ഈ സ്ത്രീയോട് ചെയ്ത അനീതിയെ ചരിത്രത്തിന് തമസ്കരിക്കാൻ പറ്റില്ല, പക്ഷെ രാജഭരണകാലത്ത് അത് ചരിത്രമായി പറയാനും പറ്റില്ല, അയാളുടെ ഒരു ക്രൂരതയെക്കുറിച്ച്. അപ്പോൾ സമൂഹം മെനഞ്ഞെടുത്ത ഒരു കഥയും രാജകുടുംബം വിശ്വസിക്കുന്നതും എന്താണെന്ന് വെച്ചാൽ, ഈ സ്ത്രീ ഈ നദിയിലേക്ക് എടുത്ത് ചാടുമ്പോൾ ശപിച്ചു, ഈ വോഡയാർ രാജാവിന് പിൻഗാമികളില്ലാതെ ആൺമക്കളില്ലാതെ ആ വംശം നശിച്ചു പോകട്ടെ എന്നും ഈ നഗരം മണൽ മൂടി ഒടുങ്ങിപ്പോകട്ടെ എന്നും ശപിച്ചു. ഇത് കുറേ കാലത്തിന് ശേഷം ഈ മണൽ മൂടി ഈ നഗരം പോയതിന് ശേഷമാണ് ഈ കഥ ഉണ്ടാകുന്നത്. അപ്പോൾ ആ സമൂഹത്തിന്, അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർക്ക് ഈ രാജവോഡയാർ ഈ സ്ത്രീയോട് ചെയ്ത പാതകത്തെ പറയാതെ വയ്യ. അപ്പോൾ ഒരു സമൂഹം
നടന്ന ഒരു സംഭവത്തെ ഒരു മിത്തായി കെട്ടിയുണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ഈ തലക്കാട് ഈ സ്ത്രീ മരിച്ചു എന്ന് പറയുന്ന സ്ഥലം ഇപ്പോഴും ഒരു സ്പോട്ടായിട്ട് ആളുകൾ കരുതുന്നുണ്ട്. അവിടെ വർഷങ്ങൾക്ക് ശേഷം ഈ വോഡയാർ രാജാവിന് ഇത്രയും കാലവും മക്കളില്ല. ഇപ്പോഴത്തെ ഈ യദുവീരന് മാത്രമാണ് ഒരു കുട്ടി ഉണ്ടായത്, ആൺകുട്ടി ഉണ്ടായത്. മറ്റവർക്കൊന്നും മക്കളില്ലായിരുന്നു എത്രയോ കാലം. അതായത് 17-ാം നൂറ്റാണ്ട് മുതൽ ഈ ഇന്ന് വരെ ഈ സ്ത്രീ ശപിച്ചു എന്ന് പറയുന്ന ഈ ശാപം ഭരിച്ചതായിട്ടാണ് ഈ രാജകുടുംബം വിശ്വസിക്കുന്നത്. അതിലേക്ക് ഏറ്റവും കൗതുകരമായ യാത്രയിലുണ്ടായിട്ടുള്ള എൻ്റെ ഒരു അനുഭവം, ഞാനൊരു ദിവസം ഈ തലക്കാട് ഈ അലമേലമ്മ മരിച്ചു എന്ന് പറയുന്ന കാവേരിയുടെ കരയിലുള്ള ഈ ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അവിടെ കാണുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ, ഈ അലമേലമ്മ എന്ന് പറയുന്ന സ്ത്രീയുടെ ഒരു പൂർണ്ണകായ കൃഷ്ണശിലാവിഗ്രഹം നിലത്തിങ്ങനെ കിടക്കുകയാണ്. അതിൻ്റെ ഒരു കാല് പൊട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ ആളുകളോട് ചോദിക്കുമ്പോൾ പറഞ്ഞതെന്താ വെച്ചാൽ, ഈ ഇതിനു മുമ്പുണ്ടായിരുന്ന രാജാവുണ്ടല്ലോ, മരിച്ചുപോയ നമ്മൾ BJPയുടെ MP ഒക്കെ ആയിരുന്ന അദ്ദേഹം ഈ കുട്ടികളില്ലാത്തതിന് പ്രായശ്ചിത്തം എന്ന നിലയിൽ അലമേലമ്മയുടെ ശാപമാണല്ലോ ഈ കുട്ടികളില്ലാവാത്തത് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കാനും അവർക്കൊരു അമ്പലം പണിയാനും തീരുമാനിച്ചു. അതിൻ്റെ പ്രതിഷ്ഠാപനം നടക്കുന്ന ദിവസം ഇവരെല്ലാവരും എത്തി, മീഡിയ ഒക്കെ അവിടെ എത്തി. ഇദ്ദേഹം അവിടെ നിന്നും പത്രക്കാരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെ ശാപം മാറ്റാൻ വേണ്ടിയിട്ട് ജ്യോത്സ്യന്മാർ പറഞ്ഞതനുസരിച്ച് ഇത് ചെയ്യുകയാണ്. ഈ വിഗ്രഹം ഈ പ്രതിഷ്ഠാപനത്തിൻ്റെ സന്ദർഭത്തിൽ മുഹൂർത്തത്തിൽ മറിഞ്ഞു വീണ് അത് ഉടഞ്ഞുപോയി. അതങ്ങനെ കിടക്കുകയാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് അത് വെള്ളത്തിൽ നിമജ്ജനം ചെയ്തത്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഈ മിത്തുകൾ എങ്ങനെയാണ്, ഈ ചരിത്രത്തെ, ഈ മിത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ചരിത്രം എന്താണെന്ന് മനസ്സിലാക്കാനും വാസ്തവത്തിൽ എനിക്ക് ഈ യാത്ര ഒരർത്ഥത്തിൽ സഹായകമായിട്ടുണ്ട്. ഇന്ത്യയിലെ ഏത് ദിക്കിലും ഇത്തരം ഐതിഹ്യങ്ങളുണ്ട്. അത് ചരിത്രമല്ലെന്ന് അവയെ പരിഹസിക്കുമ്പോൾ പോലും അതിനുള്ളിൽ ഒരു മെറ്റഫറായിട്ടാണ് പലപ്പോഴും ഈ ഐതിഹ്യങ്ങൾ പ്രവർത്തിക്കുക. അപ്പോൾ ഈ യാത്രകൾ കൊണ്ട് നമുക്ക് ഈ മിത്തുകളെ അഴിച്ചെടുക്കാനും അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചരിത്രത്തെ മനസ്സിലാക്കാനുമുള്ള ഒരുപാട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മിത്ത് മാത്രമല്ല, അലമേലമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഒരു ദുരവസ്ഥ, ഒരു രാജ്യം എങ്ങനെ വേറൊരാൾ ചതിയിലൂടെ സ്വന്തമാക്കുന്നു, അത് കാണുന്ന സമൂഹവും അവരുടെ പിൽക്കാല തലമുറകളും ഈ സത്യം വിളിച്ചു പറയാൻ മിത്തുകളുടെ ഒരു സഹായം തേടുന്നു. ആ മിത്തിനുള്ളിൽ യഥാർത്ഥ ചരിത്രം ഒളിപ്പിച്ചു വയ്ക്കുന്നു. അത് നമുക്ക് ഡീകോഡ് ചെയ്യാനും വായിക്കാനും പറ്റുന്നു. ഇങ്ങനെയൊക്കെയുള്ള വ്യക്തിപരമായ ഒരുപാട് ഒരു എക്സർസൈസും ഈ കൂട്ടത്തിൽ യാത്രകൾ കൊണ്ട് സാധിക്കുന്നുണ്ട്.